ഈ മഴക്കാലമൊക്കെ തുടങ്ങിയ പിന്നെ നല്ല വിശപ്പാണ് കേട്ടോ. അത് വെറൈറ്റികൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അങ്ങനെ കൊതിയാണ്. അങ്ങനെ വരുന്ന വഴി ചിക്കൻ വാങ്ങി, പിന്നെ നമ്മൾ എന്നും സാധനം വാങ്ങണ കടയിൽ പാല് അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് വന്നു. നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ കയറിയത്. ഇവിടെ കുറച്ച് അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. എനിക്ക് കിച്ചൺ ഇന്നും നീറ്റായിട്ടിരിക്കണം കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. അങ്ങനെ ഞാനിത് തലേ ദിവസം വാങ്ങിയ പച്ചക്കറിയാണ് കേട്ടോ അവിടെ കിടക്കുന്നത്. അതൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചു എന്ന് പറഞ്ഞാലേ കുറേ ദിവസം ആ ഒരു ഫ്രഷ്നെസ്സോടെ ഇരിക്കും. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ കൊണ്ട് ഒരു വെറൈറ്റി ആണ് കേട്ടോ പരീക്ഷിക്കാൻ പോണത്. എന്നും ചിക്കൻ വരട്ട് പൊരിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അതാവുമ്പോൾ ഞാൻ പറയുന്ന പോലെ പിറ്റേ ദിവസം കൊണ്ടുപോകാമെന്നായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഇന്നതാ നമ്മൾ ചിക്കൻ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇക്കാക്ക് ചായയൊക്കെ വെച്ചിട്ട് അതൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ചിക്കനിലോട്ടുള്ള മസാലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ റെസ്റ്റിലോണ്ട് മദ്രസയിൽ നിന്ന് എന്തോ ഒരു കൂപ്പൺ കൊടുത്തു, 100 രൂപ കൊണ്ടുപോകണം ഉമ്മച്ചിയെ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ പെട്ടെന്ന് കഴുകി എടുത്തു. മസാലയൊക്കെ നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് ഇത് സെറ്റാക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുക്കറിൽ വേവിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടാം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പതിവാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കൽ. അപ്പോൾ ഇന്ന് മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട്. മയോണൈസ് സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഈ പുറത്തുനിന്ന് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങണം മയോണൈസൊന്നും വലിയ ഒരു സുഖമല്ല കഴിക്കുമ്പോൾ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പൊറാട്ടയും കുബൂസ് ഉണ്ടായിരുന്നു. കുബൂസ് നമ്മൾ വാങ്ങിയതാണ്, പൊറാട്ടയും വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം. അപ്പോൾ ഇതെന്താണെന്നും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ റെസിപ്പിയൊക്കെ. അപ്പോൾ നന്നായിട്ടുണ്ടെന്നത് വാപ്പി മോനും സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ തന്നെ എൻ്റെ പകുതി മനസ്സും വേറും നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിതാ ഒരു വായെടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട്. ആ മയണൈസും ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനൊക്കെ കൂടി കഴിക്കാൻ എൻ്റെ അമ്മോ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഇതാ ചട്ടിയിലായിരുന്നു കേട്ടോ ലാസ്റ്റത്തെ കൈയിട്ട് വരൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽക്ക്. ഓക്കെ ബൈ ടാറ്റാ.